മിട്ടുവിന്റെ അച്ഛൻ ഞാൻ തന്നെ. നമുക്ക് ജീവിക്കണ്ടേ? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 2026 ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മുടെ യൂട്യൂബേഴ്സിനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും നല്ല കണ്ടകശനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവർ ചെന്ന് കൈവെക്കുന്ന പല വിഷയങ്ങളും വിവാദമാകാറുണ്ട്. ചിലതെല്ലാം പോലീസ് കേസ് ആവാറുണ്ട്. അതെല്ലാം തന്നെ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കാറുമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തൊപ്പി ആൻഡ് ഗ്യാങ് സോഷ്യൽ മീഡിയ ലൈവ് വഴി കുറേ കണ്ണന്തിരിവുകൾ വിളിച്ചു പറഞ്ഞു. പോലീസ് കേസെടുത്തു, മുങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം ഖാദർ കരിപ്പൊടി ഒരു വധശ്രമ കേസിൽ പ്രതിയായി ഒളിവിലാണ്. മാധ്യമങ്ങൾ അത് നല്ല രീതിക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹെൽനോസ് പാട്ട മദ്യപിച്ച് വാഹനം ഓടിച്ചു. താരതമ്യേന ചെറിയൊരു കുറ്റകൃത്യമാണ്, ഫൈൻ അടച്ചാൽ മാത്രം മതി. പക്ഷെ അതും നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ നല്ല പ്രാധാന്യം നൽകി തന്നെ റിപ്പോർട്ട് ചെയ്തു. അതുകൂടാതെ എൻ്റെ കാസറ്റ് ഹക്കീം UAE മറ്റോ ഇരുന്നുകൊണ്ട് ഒരു ലൈവില് ലഹരി ഉപയോഗിച്ചു. അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും വീണ്ടും ഒരു സോഷ്യൽ മീഡിയ താരം കൂടി പോലീസ് കേസിൽ പെട്ടിരിക്കുകയാണ്. അതും വധശ്രമ കേസിൽ. യദു കൃഷ്ണ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആര്യനാട് പോലീസ് സ്റ്റേഷനിലെ CA വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പല വേർഷൻ സ്റ്റോറീസ് വരുന്നുണ്ട്. ഇദ്ദേഹം മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ ഏതൊരു കേസിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിനെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിൽ ഉള്ള പ്രതിഷേധമോ പ്രതികാരവുമാണ് ഇയാൾ അവിടെ തീർത്തതെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ മദ്യപിച്ച് ലക്ക് കെട്ട് സ്റ്റേഷനിലെത്തി ഒരു മദ്യക്കുപ്പി അവിടെ അടിച്ചു പൊടിച്ച ശേഷം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടിക്കയറിയ ഇയാളെ പോലീസുകാർ പിന്തുടർന്ന് എത്തിയപ്പോഴത്തേക്ക് പിടികൂടാൻ ശ്രമിച്ച CIയുടെ തലക്കിട്ട് ഇരുമ്പിന്റെ കസേര ഉപയോഗിച്ച് അടിച്ചതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന യദു കൃഷ്ണയെ നിങ്ങൾ എല്ലാവരും തന്നെ അറിയും. ഇദ്ദേഹവും അമ്മയും ഒന്നിച്ചുകൊണ്ടുള്ള ധാരാളം റീലുകൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും വരാറുണ്ട്. ആ വീഡിയോസ് നല്ല രീതിക്ക് ട്രെൻഡിങ് ആവാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് അത്തരത്തിൽ വന്ന ഒരു വീഡിയോ കണ്ടു നോക്കാം. ഇതെന്തൊരു ബേക്കറിയിലിരുന്ന മീറ്ററുകൾ നടന്നു പോണ? അയ്യോ, ആമ്പിളർ ഇപ്പൊ ബസ്സിൽ പോണേ ഇങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. ചുമ്മാ ഇരിക്കണം, നമ്മളെ ഇങ്ങോട്ടൊന്നും തട്ടിയിട്ട് വീഡിയോ എടുത്ത് വൈറലായി കളയും. ഇത് തന്നെ മക്കളെ നല്ലതില്ലെങ്കിൽ നീയൊക്കെ കുഞ്ഞിട്ട് നൂരമ്പഴേ നിന്റെയൊക്കെ കവച കുണ്ടലങ്ങൾ ഒരേ എടുത്ത് വീഡിയോ ഇട്ട് വൈറലാക്കി കളയുള്ളൂ. ഞാൻ പുതിയ ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തൊക്കെ ഫുള്ള് മുള്ളാണ് വെച്ചത്. അതാകുമ്പോ അടുത്ത് വരുമ്പോ കുത്തി കയറുമല്ലോ. മക്കളിപ്പോ ബസ്സിലല്ലേ പോണേ? ഈ ചൊറിയണം കൂടെ വെച്ചെട്ടിക്കൊണ്ട് പോകും. അതാകുമ്പോ എന്റെ മക്കള് സേഫാ. ഇനി വൈറലാവാൻ വട്ടവളന്മാര് ചൊറിഞ്ഞുകൊണ്ട് പൊയ്ക്കോളൂ. ചൊറിയണല്ലേ കെട്ടി ഒറ്റക്കിട്ടിരിക്കുന്ന ഒരു കസേരകൾ കൊണ്ടുപോകണം. സോ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആക്രമണം. CAയുടെ തല കസേര കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. തലയിൽ 4 തുന്നിക്കെട്ടുണ്ട്. കുളപ്പട സ്വദേശി യദു പോലീസിന്റെ കസ്റ്റഡിയിലായി. ഇയാൾ മദ്യപിച്ചിരുന്നതായി സംശയമുണ്ട്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മദ്യക്കുപ്പിയും പോലീസ് സ്റ്റേഷനിൽ അടിച്ചു പൊട്ടിച്ചു. നിതിൻ മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്? പോലീസിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഒരു പോലീസ് സ്റ്റേഷനിലാണ് യുവാവെത്തി ഈ തരത്തിൽ അതിക്രമം നടത്തിയത്. സജിത്ത്, ആര്യനാട് വെച്ചാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, നമുക്ക് യദു എന്ന് പറയുന്ന ആളെ നമുക്ക് പരിചിതമാണ്. ഇയാളുടെ അമ്മയോട് കൂടെ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യദു. കുറച്ചു നാളുകളായി ആൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ട് എന്നാണ് കൂട്ടുകാരുടെ കയ്യിൽ നിന്നും അറിയാൻ കഴിഞ്ഞ വിവരം. അപ്പൊ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ്, പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ഈ പറയുന്ന സ്റ്റേഷനിൽ വെച്ചല്ല ഈ ആക്രമണം നടന്നതെന്നാണ്. ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. CAയുടെ തല ആണ് അടിച്ചു പൊട്ടിച്ചത് ഈ യുവാവ്. പക്ഷേ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ള സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. എന്നാലും ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. സോ ഇതാണ് ഇപ്പൊ ന്യൂസ് ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇതേ വാർത്ത തന്നെ പല ന്യൂസ് ചാനലുകളിലും പല രീതിയിലാണ് വരുന്നത്. കൈരളി TVക്ക് അത് പറയുന്നത് ഇദ്ദേഹം പോലീസുകാർ വിളിച്ചു വരുത്തിയതിനനുസരിച്ച് സ്റ്റേഷനിലെത്തി അവിടെ വെച്ച് പ്രകോപിതനായ ശേഷമാണ് ഈ ആക്രമങ്ങൾ കാണിച്ചതെന്നാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഫയലുകൾ വരെ ഇയാളെ കീറി നശിപ്പിച്ചു എന്നൊക്കെയാണ് കൈരളിക്കകത്ത് വന്ന ന്യൂസ്. അതാണ് പല ചാനലുകൾക്കകത്തും പലതരത്തിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. സോ ഇയാൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത്. ഒരുപക്ഷെ ഈ കേസിൽ നിന്ന് ഇദ്ദേഹത്തെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ കാണിക്കുന്ന അതിബുദ്ധിയായിരിക്കാം. കാരണം മറ്റൊന്നുമല്ല, ഇത് ഇച്ചിരി ഗൗരവപരമായിട്ടുള്ളൊരു കേസാണ്. ഒന്നാമത്തെ കാര്യം വധശ്രമമാണ്. മിനിമം 10 വർഷം ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വരും. ജാമ്യം കിട്ടില്ല.
അതുകൂടാതെ ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കുവാൻ ശ്രമിച്ചു. അതും ഗൗരവപരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഏകദേശം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നിന്ന് ഇയാളെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇയാൾക്ക് മാനസികമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റിന്റെ പറ്റും കോടതി നേരിട്ട് അയക്കുകയും ചെയ്യും. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുക. കാരണം മറ്റൊന്നുമല്ല, പോലീസ് കേസുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ എടുത്ത് അത് ആഘോഷിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്കെതിരെ ധാരാളം കേസുകളുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കേസുകളാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം മാധ്യമ ശ്രദ്ധ വരത്തില്ല. വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് എവിഡന്റ് ആയിട്ട് വന്ന് പറയാം എനിക്കെതിരെയുള്ള കേസുകൾ ഇതാണ് എന്ന് ഞാൻ ശക്തമായിട്ട് വന്ന് എനിക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അതേ കണക്കല്ല ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങളെല്ലാം അല്പം പക്വതയോടുകൂടി തന്നെ പെരുമാറുക. അല്ലാത്ത പക്ഷം നിങ്ങളെ കണ്ട് മാതൃകയാക്കി ധാരാളം കുട്ടികൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇത് ഗുരുതരമായിട്ട് ബാധിക്കും. കാരണം സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ കഞ്ചാവാണ് അല്ലെങ്കിൽ മദ്യപിക്കുന്നവരാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിന് മുന്നിൽ വരും. ഒരു കാലഘട്ടത്തിൽ മറ്റൊരു ധാരണ ഉണ്ടായിരുന്നു, ഈ സോഷ്യൽ മീഡിയയിൽ റീഡ് ചെയ്യുന്നവന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാണ്. കാരണം അങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഈ റീഡ് ചെയ്യാണ്ട് പെണ്ണുങ്ങളെ വിളിച്ചു വരുത്തും, അവിടെ വെച്ച് അതുങ്ങളോട് ഇഷ്ടമാണെന്ന് പറയും, അതിനുശേഷം കൊണ്ടു നടന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, അങ്ങനെയുള്ള കലാപരിപാടി ചെയ്തുകൊണ്ടിരുന്ന കുറെ വാണലുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഈ തൊപ്പി അന് ഗ്യാങ് വന്നപ്പോഴത്തേക്ക് കഞ്ചാവിന്റെയും മറ്റ് കേസ് കിട്ടുന്നത്. അതേപോലെ തന്നെ എത്ര കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെല്ലാം മോശക്കാരാണ് എന്നൊരു ചിന്താഗതി ഇപ്പോൾ സമൂഹത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഒട്ടും നല്ലൊരു കാര്യമല്ല. കാരണം നമ്മളെയൊക്കെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് ധാരാളം ആളുകൾ, ധാരാളം കുട്ടികൾ ഈ കണ്ടന്റ് ക്രിയേഷൻ രംഗത്തേക്ക് വരുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് ഒരു കാര്യമേ പറയത്തുള്ളൂ, മറ്റൊന്നുമല്ല, എന്നെ ഒരിക്കലും ഒരു മാതൃകയാക്കരുത്. അതിന് പറ്റിയ ഒരു വ്യക്തിയല്ല ഞാൻ. ഇപ്പോൾ നിലവിൽ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന കാരണം ഞാൻ പുകവലിക്കില്ല, മദ്യപിക്കില്ല. അതിനു മുൻപ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, എന്നെ ഒരിക്കലും നിങ്ങൾ മാതൃകയാക്കരുത്. അത് ഏറ്റവും വലിയ തോൽവിയായിട്ടേ മാറത്തുള്ളൂ. സോ ഗൈസ്, ഇത്ര ഉള്ളത് നമ്മുടെ വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് രൂപത്തിൽ ഇവിടെ രേഖപ്പെടുത്താണ്ട് മറക്കരുത്. ഓക്കെ, ബൈ.